ധർമ്മജന്റെ ഭാര്യ വീണ്ടും വിവാഹിതയായി. അന്തം വിട്ട് ആരാധകർ. വാർത്ത പുറത്തുവിട്ടത് ധർമ്മജൻ. സ്വന്തം മക്കളെ സാക്ഷിയാക്കിയാണ് ധർമ്മജൻ വീണ്ടും വിവാഹിതനായത്. രണ്ടാം വിവാഹത്തിന്റെ കാരണവും ധർമ്മജൻ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇരുവരുടെയും വിവാഹം നിയമപരമായി രജിസ്റ്റർ ചെയ്തിരുന്നില്ല. ഈ നിയമപ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇരുവരും രണ്ടാമതൊരു വിവാഹം ചെയ്തത്. മക്കളുടെയും കുടുംബാംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം. ശേഷം രജിസ്ട്രാർ ഓഫീസിൽ പോയി വിവാഹം രജിസ്റ്ററും ചെയ്തു. നിർമ്മാതാവ് ബാദുഷിയുടെ ഭാര്യ മഞ്ജുവായിരുന്നു ഒരു സാക്ഷി. ഫേസ്ബുക്കിലൂടെ ധർമ്മജൻ തന്നെയാണ് ഈ വിവരം ആരാധകർക്കായി പങ്കുവച്ചത്. എന്റെ ഭാര്യ വീണ്ടും വിവാഹിതയാകുന്നു. വരൻ ഞാൻ തന്നെ. മുഹൂർത്തം 9:30-നും 10:30-നും ഇടയിൽ. എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാകണം എന്നായിരുന്നു ധർമ്മജൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. പോസ്റ്റ് നിമിഷങ്ങൾക്കകം വൈറലായി മാറുകയായിരുന്നു. വിവാഹം ഒരു തവണ കഴിഞ്ഞതാണ്. 16 വർഷം മുൻപ് ഒളിച്ചോടിയ ആൾക്കാരാണ് ഞങ്ങൾ. അന്ന് എന്റെ നാട്ടിലെ ഒരു ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം നടത്തിയത്. അന്ന് രജിസ്ട്രേഷനെ കുറിച്ച് വലിയ ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇങ്ങനെ ഒരു തോന്നൽ തോന്നി. 2 പിള്ളേരാണ്. ഒരാൾ 10-ലും ഒരാൾ 9-ലുമാണ്. വൈകയും വേദയും. അവരുടെ സാന്നിധ്യത്തിൽ ഒന്നുകൂടി കല്യാണം കഴിച്ചു. റെക്കോർഡിക്കലായി ഒരു രേഖ ആവശ്യമാണല്ലോ. പല കാര്യങ്ങൾക്കും ചെല്ലുമ്പോൾ അതൊരു പ്രശ്നമായി വന്നിരുന്നു എന്നാണ് ധർമ്മജൻ വെളിപ്പെടുത്തുന്നത്. വിവാഹം കഴിക്കുക, കല്യാണ പെണ്ണായി ഒരുങ്ങുക എന്നതൊക്കെ ഒരു പെൺകുട്ടിയുടെ മോഹമാണ്. അന്നൊരു ചുരിദാറുമിട്ട് വഴിയിൽ വന്ന് നിന്നപ്പോൾ അവിടെ നിന്ന് തട്ടിക്കൊണ്ടുവന്ന് കല്യാണം കഴിക്കുകയായിരുന്നു. ഇന്ന് ആ സ്വപ്നം ചെറുതായെങ്ങ് നടന്നു. അന്ന് എന്റെ വീട്ടുകാർ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ഒരിക്കൽ കൂടി കല്യാണം കഴിക്കാൻ സാധിച്ചു. ഒരുപാട് സന്തോഷമുണ്ടെന്നും അനുജ പറയുന്നു. അവരുമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 1 കൊല്ലത്തോളമേ അകന്നു കഴിഞ്ഞിരുന്നുള്ളൂ. പിന്നീട് കുട്ടികളൊക്കെ ആയപ്പോഴേക്കും വലിയ സൗഹൃദവും സന്തോഷവും ഒക്കെ ആയിരുന്നു എന്നാണ് ധർമ്മജൻ പറഞ്ഞത്. പക്ഷേ കല്യാണം കാണാൻ ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർ കുറച്ചുപേരില്ല. എന്റെ അച്ഛൻ, അമ്മ, അവളുടെ അച്ഛൻ, അമ്മ, ഞങ്ങളുടെ മാതാപിതാക്കൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. പക്ഷേ ആരോഗ്യസ്ഥിതി കാരണം വരാനാകില്ല. ഞങ്ങൾ ആരെയും അറിയിക്കാതെയാണ് ഇത് പ്ലാൻ ചെയ്തത്. 2-3 സുഹൃത്തുക്കളോട് മാത്രമാണ് പറഞ്ഞത്. ആളുകൾ അറിഞ്ഞു വരുമല്ലോ എന്നും താരം പറയുന്നു. രാവിലെ പോസ്റ്റ് ഇട്ടിരുന്നു. ആദ്യം വിളിച്ചത് സംവിധായകൻ ബോബൻ സാമുവലായിരുന്നു. കല്യാണം എന്താ ഞങ്ങളെ ഒന്നും വിളിക്കാത്തതെന്ന് ചോദിച്ചു. പിന്നെ പലരും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പരാതികളുണ്ട്. ഇത് പബ്ലിസിറ്റിക്ക് വേണ്ടി ഇട്ടതല്ല, ഞങ്ങളുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ്. വിശാലയുടെ ചീത്ത പറഞ്ഞു. നീ ഇതുവരെ രജിസ്റ്റർ ചെയ്തില്ലേ എന്ന് ചോദിച്ചു. നീ ചത്തുപോയാൽ അവൾക്ക് ഇൻഷുറൻസ് പോലും കിട്ടില്ലെന്ന് പറഞ്ഞു. അതൊക്കെ ഇതിലും ബാധകമായിട്ടുണ്ടെന്നും താരം പറയുന്നു. വിവാഹം കഴിക്കാതെ കുട്ടികളുമായി ഒരുമിച്ച് ജീവിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർക്കൊക്കെ ധർമ്മജന്റെ രണ്ടാം വിവാഹം ഒരു പ്രചോദനമാകുമെന്ന് കരുതാം.